നമസ്കാരം, KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് കൊടകരയിൽ പിടിയിലായി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 30 ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. കൊടകര കുടുംബശ്രീ CDSന്റെ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റി ബാലോത്സവവും വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. മരക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 162ാമത് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. വാർത്തകൾ വിശദമായി. ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് കൊടകരയിൽ പിടിയിലായി. കൊടകര പോലീസ് വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിലാണ് പട്ടിക്കാട് സ്വദേശിയും 1 വർഷത്തിലേറെയായി മറ്റത്തൂർ ചുങ്കാൽ ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പുത്തൻപുര വീട്ടിൽ ബിബിനെ 1/4 കിലോ കഞ്ചാവുമായി പിടിച്ചത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DVSP K സുമേഷിന്റെ നേതൃത്വത്തിൽ കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിനു സമീപം പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ ലഗേജ് ബോക്സിനുള്ളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കഞ്ചാവ്. കൊടകര ഭാഗത്ത് നിന്ന് സ്കൂട്ടറിൽ വരികയായിരുന്ന യുവാവ് പോലീസ് വാഹന പരിശോധന കണ്ട് തിരിച്ചുപോകാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്തു. പരസ്പര വിരുദ്ധമായി സംസാരിച്ചപ്പോൾ വിശദമായി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെടുത്തത്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, റൂറൽ ഡാൻസ് ഓഫ് SI N പ്രദീപ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, ലിജു ഇയാനി, AU റെജി, MJ ബിനു, ഷിജോ തോമസ്, KV പ്രജിത്ത്, ഷിൻഡോ ജോയ്, MS വിപിൻ എന്നിവരും പുതുക്കാട് പോലീസ് സ്റ്റേഷൻ അഡീഷണൽ SI AV ലാലു, ASI ML ജോബി, സീനിയർ CPO NC രമേശ്, കൊടകര പോലീസ് സ്റ്റേഷൻ ASI KC ഗോകുലൻ, സീനിയർ CPO സനൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് യുവാവിനെ പിടികൂടി കഞ്ചാവ് കണ്ടെടുത്തത്. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 30 ബുധനാഴ്ച. ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ നിർവഹിക്കും. ഏപ്രിൽ 29 വൈകിട്ട് 5:30 ഫാദർ സിൻഡോ നങ്കിണി, ഫാദർ ലിബിൻ മച്ചിങ്ങൽ, ഫാദർ ഡെൽബി തെക്കുംപുറം എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രസുതേന്തി വാഴ്ച, ലതീഞ്ഞ്, പാട്ടുകുർബാന, നൊവേന, പള്ളിച്ചുറ്റി പ്രദക്ഷിണം, രൂപം പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവയുണ്ടാകും. തിരുനാൾ ദിനം ബുധനാഴ്ച വൈകിട്ട് 4:30 പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ടോണി മണക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, ജനറൽ കൺവീനർ ജോസ് മൂത്തേടൻ, ഭാരവാഹികളായ സീക്കോ മഞ്ഞളി, വിൽസൺ കാരാത്ര, ജോൺസൺ കൈപ്പള്ളിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. തിരുനാൾ ദിവസം വൈകിട്ട് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നെല്ലായി പള്ളിയുടെ മുൻ വികാരി ഫാദർ ഡേവിസ് കൂട്ടാല അച്ഛനാണ്. അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷമായ കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പ്രദക്ഷിണമുണ്ടായിരിക്കും. തുടർന്ന് ഊട്ട് നേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. കൊടകര കുടുംബശ്രീ CDSന്റെ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ സർഗോത്സവം കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ AR രാജേശ്വരി അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ ജിഷ ഷിജു, മെമ്പർ സെക്രട്ടറി MA സുനിൽകുമാർ, അക്കൗണ്ടന്റ് MN അജിത എന്നിവർ സംസാരിച്ചു. വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. എല്ലാ വീടുകളിലും ഭക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ യാത്രയിൽ ഇപ്പോൾ ആഗ്രഹിക്കപ്പെടുന്നത് 70% നമ്മുടെ സംസ്ഥാനത്തെ പുരുഷന്മാർക്ക് ജോലിയും വരുമാനമുണ്ട്. എന്നാൽ സ്ത്രീ സമൂഹത്തിന് 40% വരുമാനവും. ആനന്ദപുരം തറക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കം.
ശനിയാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ദേവി മഹാത്മ്യ പാരായണം എന്നിവയും വൈകിട്ട് ഭജന, നിറമാല, ചുറ്റുവിളക്ക്, ഗാനമേള എന്നിവയും നടക്കും. ഞായറാഴ്ച രാവിലെ 4:30 പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവയുണ്ടാകും. തുടർന്ന് നടക്കൽ, പറനിറക്കൽ, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 2:30 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശിവേലി. ഗുരുവായൂർ നന്ദനൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പഞ്ചവാദ്യത്തിന് കുന്നിശ്ശേരി അനിയന്മാരാരും പാണ്ഡിമേളത്തിന് പെരുവനം സതീശന്മാരാരും നേതൃത്വം നൽകും. വൈകിട്ട് 6:30 മുതൽ നിറമാല, ചുറ്റുവിളക്ക്, രാത്രി 8 മണിക്ക് ഗുരുതി, രാത്രി 10:30 നാടകം ഉണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് പി മജു, സെക്രട്ടറി വി സോമനാഥൻ, കൺവീനർ കെ വി ഷൈനൂജ് എന്നിവർ പങ്കെടുത്തു. 27-ാം തീയതി ഞായറാഴ്ചയാണ് താലപ്പൊലി. രാവിലെ പൂജാതി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രീഭൂതബലി ഈ കാര്യങ്ങളൊക്കെ ക്ഷേത്രതന്ത്രി അണിമംഗലം രാമൻ നമ്പൂരിയാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതിനുശേഷം ഭഗവതി അടുത്തുള്ള ഊരായ്മ തറവാട്ടിലേക്ക് എഴുന്നള്ളുന്ന പുറപ്പെടാതൊരു ചടങ്ങുണ്ട്. കൃത്യം 2:30 7 ഗജവീരന്മാരോട് അണിനിര നിൽക്കുന്ന കാഴ്ചശിവേലി തുടങ്ങും. ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് ഗുരുവായൂർ നന്ദനാണ്. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റി ബാലോത്സവവും വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കൺവീനർ ഡി ബേബി, CPIM കൊടകര നോർത്ത് ലോക്കൽ സെക്രട്ടറി അൻവർ സാദിഖ്, AK ബാലൻ, CDCB KV നൈജോ എന്നിവർ സംസാരിച്ചു. ബാലസംഘം മേഖലാ സെക്രട്ടറി കനിഷ്ക്, അലീന റോസ് എന്നിവർ ചേർന്ന് വേനൽത്തുമ്പികൾക്ക് സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഞങ്ങളൊക്കെ ആരാടാ ദിവസം നിന്റെ അമ്മക്ക് എട്ടി തന്നെ പൊറിച്ചോടാ നമ്മ എല്ലാവരും കൂടി കഴിക്കാറ് അങ്ങനെയുള്ള നിന്നെ കൊറിച്ചോടാ പൊപ്പേ. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാലക്കാട് അഹല്യ കണ്ണ് ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന 162ാമത് സൗജന്യ നേത്ര പരിശോധന തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. കൊടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ലയൺസ് ക്ലബ് ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. മൂന്നാമത്തെ ഞായറാഴ്ച ഈസ്റ്റർ ആയതുകൊണ്ട് ഇത്തവണ 4ാമത്തെ ഞായറാഴ്ചയായ ഈ വരുന്ന ഏപ്രിൽ 27-ാം തീയതി കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് 162ാമത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടനല്ലൂർ മേൽപ്പാലത്തിനു സമീപം തടികയറ്റിയ ലോറി നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ച് ക്ലീനർ മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 50 വയസ്സുള്ള ബഷീറാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന തടിലോറിയാണ് ദേശീയപാതയിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിക്കുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് പുറത്തെടുത്തത്. ബഷീർ ആശുപത്രിയിൽ എത്തും മുൻപ് മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ഡ്രൈവറെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വിജ്ഞാന കേരളം പരിപാടിയുടെ ഭാഗമായി തൊഴിലന്വേഷകർക്ക് മേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മേലൂർ പഞ്ചായത്തിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള പരിശീലനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത ഉദ്ഘാടനം ചെയ്തത്. തൊഴിൽമേളയിൽ പങ്കെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള KDISC സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എങ്ങനെ ഇന്റർവ്യൂ അഭിമുഖീകരിക്കാം, ഇംഗ്ലീഷ് ഭാഷ നൈപുണി, റെസ്യൂമെ ബിൽഡിംഗ് മുതലായ മേഖലകളിലാണ് പരിശീലനം. കില ബ്ലോക്ക് കോർഡിനേറ്റർ VK ശ്രീധരൻ, CDS ചെയർപേഴ്സൺ ഷിജി വികാസ്, CDS വൈസ് ചെയർപേഴ്സൺ ഇന്ദിര മോഹൻ, റിസോഴ്സ് പേഴ്സൺമാരായ TK ബാബു, സുജ ജോയ്, തീമാറ്റിക് എക്സ്പേർട്ട് രാധിക രാജൻ, കമ്മ്യൂണിറ്റി അംബാസഡർ പ്രീതി എന്നിവർ സംസാരിച്ചു. കൊടകര കഞ്ചാവ് കേസിൽ കുപ്രസിദ്ധ ക്രിമിനൽ പിടിയിൽ. കഞ്ചാവ് കടത്തിയതിന് കുപ്രസിദ്ധ കുറ്റവാളി മറ്റത്തൂർ ഓളിപ്പാടം നമ്പുക്കുളങ്ങര വീട്ടിൽ കൊളത്തൂർ രഞ്ജു എന്നറിയപ്പെടുന്ന രഞ്ജുവിനെയാണ് കൊടകര SHO PK ദാസ്, ASI KC ഗോകുലൻ, സീനിയർ CPO PS സനൽകുമാർ എന്നിവരടങ്ങിയ സംഘം പിടികൂടിയത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ വാസുപുരത്തിന് സമീപം വ്യാഴാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിലാണ് 1/4 കിലോ കഞ്ചാവുമായി ബിബിൻ എന്നയാൾ പിടിയിലായത്. ഈ കേസിലെ അന്വേഷണം നടത്തിയതിൽ രഞ്ജുവിന് വേണ്ടിയാണ് ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതെന്നും ബിബിൻ കഞ്ചാവ് കൊണ്ടുവന്നതിന് ഉപയോഗിച്ച സ്കൂട്ടർ രഞ്ജുവിന്റേതാണെന്നും പോലീസ് കണ്ടെത്തി. തുടർന്ന് ഈ കേസിൽ രഞ്ജുവിനെ 2ാം പ്രതിയായി ചേർക്കുകയും ചെയ്തു.
രഞ്ജുവിനെ പോലീസ് നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കിയതിനാലാണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരാൻ ബിബിനെ അയച്ചത്. പോലീസിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വഭാവക്കാരനായതിനാൽ വളരെ തന്ത്രപൂർവ്വമാണ് രഞ്ജുവിനെ പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊടകര, കാട്ടൂർ, കൊരട്ടി, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലും പാലക്കാട് എക്സൈസ് ഓഫീസിലുമായി കൊലപാതകം, കവർച്ച, കഞ്ചാവ് വിൽപ്പന എന്നിവയ്ക്ക് നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളാണ് രഞ്ജു. കൂടാതെ തമിഴ്നാട് ദിണ്ടിഗൽ, മുലനൂർ പോലീസ് സ്റ്റേഷനിൽ 12 കിലോ കഞ്ചാവുമായി രഞ്ജുവിനെ പിടികൂടിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,015 രൂപ, പവന് 72,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരുചക്രവാഹനത്തിൽ കഞ്ചാവുമായി സഞ്ചരിച്ച യുവാവ് കൊടകരയിൽ പിടിയിലായി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദ തദേവൂസിന്റെ ഊട്ടുതിരുനാൾ ഏപ്രിൽ 30 ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. കൊടകര കുടുംബശ്രീ CDSന്റെ അരങ്ങ് സർഗോത്സവം സംഘടിപ്പിച്ചു. ബാലസംഘം കൊടകര നോർത്ത് കമ്മിറ്റി ബാലോത്സവവും വേനൽത്തുമ്പി കലാജാഥയ്ക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. മരക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 162ാമത് സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.